ഹായ് ആൻഡ് ഹലോ, വെൽക്കം ടു റിലീഫ് ദ മൈൻഡ്. സുനിത വില്യംസ് ഒരു ദിവസം 16 തവണ സൂര്യോദയം കണ്ടു എന്നുള്ള വാർത്ത. ഈ ഭൂമിയിലുള്ളവർക്കല്ലേ ഭൂമിയുടെ ഭ്രമണം കാരണം ഉദയവും അസ്തമയമൊക്കെ കാണാൻ പറ്റും. ഇതൊക്കെയായിരിക്കും നിങ്ങളുടെ സംശയം. സത്യത്തിലെ ഈ ഉദയം അസ്തമയം എന്നൊന്നില്ല. ഇപ്പോൾ ഭൂമിയിൽ നിന്ന് 400 കിലോമീറ്റർ മുകളിൽ ഇതെങ്ങനെ സാധ്യമാകും? അതുപോലെ ഈ സ്പേസ് സ്റ്റേഷൻ ഏത് രീതിയിലാണ് ഭൂമിയെ ചുറ്റുന്നത്? നീളത്തിലാണോ, വട്ടത്തിലാണോ, കുറുകെയാണോ? കാരണം ഭൂമി ഒരു ഗോളാണല്ലോ. എന്തായാലും ഭൂമിയുടെ ഗ്രാവിറ്റി അനുസരിച്ച് ഇതിന് ചുറ്റാൻ പറ്റുകയുള്ളൂ. ഒരേ പാതയിൽ മാത്രമേ ഇത് സാധ്യമാവുകയുള്ളൂ. അതിൽ നിന്നും വ്യതിചലിച്ചാൽ പേടകം മുഴുവൻ കത്തിപ്പോകാനും കാരണമാകും. അപ്പോൾ എങ്ങനെ ഈ 16 ഉദയാസ്തമയങ്ങൾ കാണാൻ കഴിയും? ഇതൊക്കെ നമ്മളിൽ പലർക്കും ഉണ്ടാകുന്ന സംശയങ്ങളാണ്. അപ്പോൾ ആ സംശയങ്ങൾക്കുള്ള ഉത്തരമാണ് ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക. സബ്സ്ക്രിപ്ഷൻ കുറവായതുകൊണ്ടാണ് പറയുന്നത്. ലോഗോ പ്ലീസ്. ചരിത്രം പഠിക്കാത്ത ധാരാളം മണ്ടന്മാരുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ. ആ കൂട്ടത്തിലാണ് ഞാനും. ഈ സുനിത വില്യംസ് ഉണ്ടായിരുന്ന ISS ഭൂമിയിൽ നിന്ന് 400 കിലോമീറ്ററുകൾ ഉയരത്തിൽ, അതായത് ലോ എർത്ത് ഓർബിറ്റിലാണ് ഇവർ ഉണ്ടായിരുന്നത്. ആ വാഹനം മണിക്കൂറിൽ 27,600 കിലോമീറ്റർ വേഗത്തിൽ ഏകദേശം 90 മിനിറ്റ് എടുത്ത് ഒരു തവണ ഭൂമിയെ വലം വയ്ക്കും. അതായത് 24 മണിക്കൂറിൽ ഒരു ദിവസത്തിൻ്റെ കണക്കാണ് പറയുന്നത്. 24 മണിക്കൂറിൽ ഏകദേശം 16 തവണ. അതായത് സിമ്പിളാണ്, 90നെ 24 കൊണ്ട് ഹരിച്ചാൽ മതി. ഈ 16 തവണയും സൂര്യൻ്റെ പ്രകാശം വരുന്ന ഭാഗവും പിന്നെ ഭൂമിയുടെ നിഴൽ വന്ന് ഇരുണ്ട ഭാഗവും വരും. അതായത് ഓരോ 1.5 മണിക്കൂറിലും ഭൂമിയിൽ സൂര്യപ്രകാശം ലഭിക്കുന്ന പകൽ ഭാഗത്തേക്കും ഭൂമിയുടെ നിഴൽ വരുന്ന രാത്രി ഭാഗത്തേക്കും മാറും. മനസ്സിലായോ? അതായത് ISS ഭൂമിയെ വലം വയ്ക്കുന്നത് സർക്കുലർ ഓർബിറ്റിൽ നിശ്ചിത ഡിഗ്രി ചെരിവോടെയാണ്. അതും ഭൂമധ്യരേഖയ്ക്ക് നോർത്തിലോട്ടും സൗത്തിലോട്ടും ഒരു തരം വളഞ്ഞ പാതയിൽ. അതും ഒരു 3D വൃത്തം എന്നൊക്കെ പറയേണ്ടി വരും. അങ്ങനെയാണ് ISSലുള്ള സുനിത വില്യംസ് അടക്കമുള്ളവർ 16 തവണ ഉദയാസ്തമയങ്ങൾ കണ്ടു എന്ന് പറയുന്നത്. അത് നമ്മൾ കാണുന്ന പോലെയുള്ള ഉദയാസ്തമയങ്ങളല്ല, അതിന് വ്യത്യാസമുണ്ട്. ഇപ്പം നമ്മൾ പറയുന്ന പോലെ ഒരേ പാതയിലെ ISSന് ഭൂമിയെ ചുറ്റാൻ കഴിയും, അല്ലെങ്കിൽ ഗ്രാവിറ്റി ബാലൻസ് നഷ്ടപ്പെടും. ഗ്രാവിറ്റി ഇംബാലൻസ് ആയാൽ സ്റ്റേഷൻ അന്തരീക്ഷത്തിലേക്ക് വരാനും അപകടങ്ങൾ സംഭവിക്കാനും സാധ്യതയുണ്ട്. ഇനി ഈ പാതയിൽ തന്നെ ബഹിരാകാശത്തേക്ക് നമ്മൾ അയച്ച സാറ്റലൈറ്റുകളിൽ ഉപയോഗശൂന്യമായ അവശിഷ്ടങ്ങളും മറ്റുമൊക്കെ വരാനുള്ള സാധ്യതയുമുണ്ട്. അത്തരം സാഹചര്യങ്ങളിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റുകൾക്ക് റോക്കറ്റ് ത്രസ്റ്ററുകൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സബ്സ്ക്രൈബ് മുഖ്യം ബിക്കിലേ. നന്ദി, നമസ്കാരം.